മെഡിക്കൽ കോളേജ് കോഴയിൽ ഞെട്ടി കേന്ദ്ര നേതൃത്വം. കോഴയിൽ ഹവാല ഇടപാട് നടന്നതായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം. മോദിയുടെ കള്ളപ്പണ വേട്ടയ്ക്ക് കോഴ വിവാദം തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം കോഴയിൽ എൻഐഎ അന്വേഷണം വേണമെന്ന് ബിജെപി മുഖപത്രം ആവശ്യപ്പെടുന്നു. അന്വേഷണ റിപ്പോർട്ട് ചോർത്തി പാർട്ടിയെ നാണം കെടുത്തുന്നവരെ കണ്ടെത്തണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. കുലംകുത്തികളെ കരുതിയിരിക്കണം എന്ന പേരിൽ റെസിഡന്റ് എഡിറ്റർ കുഞ്ഞിക്കണ്ണൻ എഴുതിയ ലേഖനത്തിലാണ് വിമർശകന്മാർ ചേരുന്നു. സജേഷ്, ലേഖനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. റെസിഡന്റ് എഡിറ്റർ കെ കുഞ്ഞിക്കണ്ണൻ എഴുതിയ ലേഖനമാണ്. മറുപുറം എന്ന ലേഖനത്തിലാണ് ഇക്കാര്യത്തിൽ എൻഐഎ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കുമ്മനത്തിന്റെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനത്തിന്റെ നിലപാടുകളാണ് പൊതുവിൽ ഈ ലേഖനം പ്രതിഫലിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള ഹവാല ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കേന്ദ്ര എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കണമെന്ന അഭിപ്രായം കുമ്മനത്തോടൊപ്പമുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതേസമയം ബിജെപി ഇക്കാര്യത്തിൽ അഴിമതിയിൽ കാര്യമായ അന്വേഷണം നടത്താതെ ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു എന്നതിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ പാർട്ടി റിപ്പോർട്ട്, അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ചോർന്നത് ഗുരുതരമാണെന്ന് ബിജെപി സംസ്ഥാന നേതാക്കൾ പറയുന്നു. ഈ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു എന്നതിൽ ഊന്നി മുന്നോട്ട് പോവുക, ഈ അഴിമതി നിസ്സാരമായി കാണുക എന്ന തരത്തിലാണ്. അതേസമയം എൻഐഎ അന്വേഷണം ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആ ഘട്ടത്തിലാണ് ബിജെപി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റിന്റെയും 2 സംഘടനാ സെക്രട്ടറിമാരുടെയും അന്വേഷണ കമ്മീഷൻ അംഗങ്ങളുടെയും കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ അന്വേഷണ കമ്മീഷൻ അംഗം AK നസീറിന്റെ ഇമെയിലിൽ നിന്നാണ് ഇത് ചോർന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അതിലേക്ക് കൂടുതൽ ചർച്ച വേണമെന്ന രീതിയിലേക്ക് ഈ സംസ്ഥാന അധ്യക്ഷനോടൊപ്പമുള്ളവർ കൂടി പോകുന്നു. ഇക്കാര്യം അല്പസമയത്തിന് ഉള്ളിൽ ചേരുന്ന ബിജെപിയുടെ സംസ്ഥാന നേതൃയോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യും. ധന്യ. സജേഷ്, കുലംകുത്തികൾ കരുതിയിരിക്കണം എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി മുഖപത്രം തന്നെ പാർട്ടിയിൽ കുലംകുത്തികൾ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലേഖനമല്ലേ ഇപ്പോൾ ജന്മഭൂമിയിൽ വന്നിരിക്കുന്നത്? തീർച്ചയായും തന്നെ ഇക്കാര്യത്തിൽ കുലംകുത്തികൾ കരുതിയിരിക്കുക എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ചാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു, പാർട്ടിക്കകത്തുള്ള അന്വേഷണ റിപ്പോർട്ട് ചോർന്നത് പരിശോധിക്കപ്പെടണമെന്ന കുമ്മനത്തിനോടൊപ്പമുള്ളവരുടെ ആവശ്യമാണ് ഈ ലേഖനവും എടുത്തു പറയുന്നത്. ഇമെയിൽ വഴി സാങ്കേതിക വിദഗ്ധർ ചോർത്തുക, സംസ്ഥാന ഓഫീസിലെ ജീവനക്കാർ ചോർത്തുക തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. മറിച്ച് സംസ്ഥാന നേതാക്കളിൽ ചിലരുടെ അറിവോടുകൂടിയാണ് ഈ റിപ്പോർട്ട് ചോർന്നത് എന്ന് സംസ്ഥാന നേതൃത്വം കരുതുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങുന്നത്. അത് തന്നെയാണ് കുലംകുത്തികൾ കരുതിയിരിക്കുക എന്ന വാക്കിൽ സൂചിപ്പിക്കപ്പെടുന്നതും. ഇത്തരത്തിലൊരു ലേഖനം വന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നില കൂടുതൽ പരുങ്ങലിലാവുകയല്ലേ? തീർച്ചയായും തന്നെയാ. ബിജെപി സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനുള്ളിൽ ചേരുന്നുണ്ട്. അതിൽ ഈ നിലപാടുകൾ, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി പ്രതിഫലിപ്പിക്കപ്പെടുകയും ചെയ്യും. ബിജെപിയുടെ സംസ്ഥാന ചുമതലയുള്ള BL സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് BL സന്തോഷ് വഴി പ്രതിഫലിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന നേതൃയോഗം നിർണായകമാണ്. ധന്യ. ശരി സജേഷ്. ബിജെപി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ സംബന്ധിച്ച അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗം തിരുവനന്തപുരത്ത് ചേരും. ബിജെപി കോർ കമ്മിറ്റി യോഗവും ചേരും. അന്വേഷണ കമ്മീഷന് റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ MT രമേശിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മുരളീധര പക്ഷം നേതാക്കൾ എത്തുന്നതോടെ യോഗം പൊട്ടിത്തെറിയുടെ വാക്കിലെത്തിയേക്കും. കൂടാതെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ അതൃപ്തിയിലും യോഗം ചർച്ച ചെയ്യും. അതേസമയം കോഴ അഴിമതി വിഷയത്തിൽ പുതിയൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും ആവശ്യവും യോഗത്തിലുണ്ടാകും. കെ കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇത്തരത്തിൽ പാർട്ടിയുടെ മുഖപത്രം തന്നെയായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കുലംകുത്തികൾ കരുതിയിരിക്കണം എന്ന രീതിയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു കുലംകുത്തികൾ ഉണ്ട് എന്ന് താങ്കൾ വിശദമായി എഴുതിയിരിക്കുന്നു. എങ്കിൽ ആരാണ് ഈ കുലംകുത്തികൾ? എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തായത്?
പിന്നെ ഈ കുലംകുത്തികൾ എന്ന് പറയുന്നത് മുമ്പൊന്നും BJP-യിൽ ഇല്ലാത്തതാണ്. എന്നാൽ മറ്റു പാർട്ടികളിലും കുലംകുത്തികളുടെ ശല്യം കാര്യമായി തന്നെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പക്ഷെ BJP-ക്ക് അത് അന്യമായിരുന്നു. എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് ചോർന്നതോടുകൂടി BJP-ക്കകത്തും ഇങ്ങനെയുള്ള കുലംകുത്തികൾ ഉണ്ട് എന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് ആരാണെന്ന് കണ്ടെത്തണം. അത് എന്റെ ചുമതലയല്ല, പാർട്ടിയുടെ ചുമതലയാണ്. അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് ഹവാല ഇടപാടുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് NIA ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഈ രീതിയിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ സംസ്ഥാന വിജിലൻസ് പോലും അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ NIA ഇതിൽ അന്വേഷിച്ച് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ കേസുകൾ മുമ്പോട്ട് പോകുന്നത്? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കുലംകുത്തികളെ ഇല്ലെങ്കിൽ എങ്ങനെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഹവാല ഇടപാട് നടന്നു എന്നുള്ള വ്യക്തമായ കാരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആളുകൾ ഈ ലേഖനം വഴി തന്നെ പുറത്തേക്ക് ആളുകളെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഈ ഹവാല എന്നുള്ളത് ലേഖകന്റെയോ അല്ലെങ്കിൽ പത്രത്തിന്റെയോ പിന്നെ ഭാഷയല്ല. ഹവാല ഇടപാട് എന്ന വിവാദം വന്ന സാഹചര്യത്തിൽ, അതുണ്ടോ ഇല്ലയോ എന്നറിയില്ല, വന്ന സാഹചര്യത്തിൽ അത് വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരില്ല. അത് വരേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ഇടപാടുകൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ വിജിലൻസ് കേരളത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ആ അന്വേഷണങ്ങളുടെയൊക്കെ ഗതി എന്തായി എന്നുള്ളത് നമുക്കറിയാം. ബാലകൃഷ്ണപിള്ളയുടെ കേസ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇതിനകത്തുള്ളത്. ഈ ഇടപാട് ഈ കോഴ എന്ന് പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. ആ വ്യക്തികൾ, ഒന്ന് രണ്ട് വ്യക്തികളുടെ മാത്രം ഇടപാടുകളാണ്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ശ്രീ കെ.പി. കുഞ്ഞിക്കണ്ണൻ, ഇതേ അവസരത്തിൽ തന്നെ മോദിയുടെ കള്ളപ്പണ വേട്ടയ്ക്കുള്ള തിരിച്ചടിയായാണ് ഇത് റിപ്പോർട്ടിൽ പറയുന്നത്. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ BJP-യുടെ മുഴുവൻ നേതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യമല്ലേ ഇത്? ഇല്ല, BJP-യുടെ ഒരു നേതാവിനും പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ആള് BJP-യിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞു. അതിനപ്പുറം BJP-ക്ക് അതിൽ പങ്കില്ല. BJP ഈ കോഴ വാങ്ങിച്ച് ഒരു സഹായവും ആർക്കും ചെയ്ത് കൊടുത്തിട്ടില്ല, കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് പുറമേയുള്ള BJP-ക്ക് പുറമേയുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം. ഈ ഹവാല ഇടപാട് മോഡിയുടെ നോട്ട് മാനേജിക്കൽ ബന്ധുവായിട്ടൊന്നും ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇന്നേ വരെ ഒരു ആരോപണവും അഴിമതി ആരോപണവും ഉന്നയിക്കാനില്ലാത്തവർക്ക് ശൂന്യാകാശത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് ഇത്. അത് ആ രീതിയിൽ എന്തായാലും അതിൽ നിജസ്ഥിതി എന്തെങ്കിലും ലെവലേശം എങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരാരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ജന്മഭൂമി ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ സതീഷ് നായർ എന്ന വ്യക്തി, അദ്ദേഹമാണ്, നമുക്കറിയാം കേരളത്തിലെ പല BJP നേതാക്കളുമായി അദ്ദേഹത്തിന് വ്യക്തമായ നല്ല ബന്ധങ്ങളുണ്ട്. പല ആളുകളെയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വരെ സഹായിച്ചിരിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ കുറിച്ച് അന്വേഷണം നടത്താൻ പാർട്ടിക്കുള്ളിൽ തീരുമാനമുണ്ടോ എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ലേഖനത്തിൽ ഈ സതീഷ് നായർ എന്ന് പറയുന്ന നായർ BJP-ആയിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഈ ഡൽഹിയിലെ ദല്ലാളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പലർക്കും വേണ്ടി കേന്ദ്ര സർക്കാരിന് സ്വാധീനം ചെലുത്തി മുൻകാലങ്ങളിൽ ആനുകൂല്യങ്ങൾ സമ്പാദിച്ചു കൊടുക്കുക, അതിന്റെ പേരിൽ കാശ് പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. BJP-ക്ക് ആ വ്യക്തിയായിട്ട് യാതൊരു പങ്കുമില്ല. വരുമ്പോ BJP നേതാക്കന്മാരൊക്കെ വന്ന് കാണുന്നുണ്ടാവും. അങ്ങനെ മുഖ്യമന്ത്രി ഡൽഹി ചെല്ലുന്ന സമയത്ത് ഡൽഹിയിൽ ആൾക്കാർ പോയി കാണാറില്ലേ? അതുപോലെ എന്തെങ്കിലും അവതാരങ്ങളായിരിക്കും എന്നല്ലാതെ BJP-ക്ക് അത് യാതൊരു പങ്കുമില്ല. വളരെ നന്ദി ശ്രീ കെ.പി. കുഞ്ഞിക്കണ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സുനിൽ ചേരുന്നു. സുനിൽ, പാർട്ടിക്കുണ്ടായ തിരിച്ചടി രാഷ്ട്രീയമായി മറികടക്കാനുള്ള തന്ത്രങ്ങൾ തന്നെ ആകുമോ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാൻ പോകുന്നത്?
ധന്യ, കോർ കമ്മിറ്റി യോഗമാണ് ആദ്യം ഇപ്പോൾ ചേരുന്നത്. അതിനുശേഷമാണ് BJP സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗം ചേരുന്നത്. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മെഡിക്കൽ കോഴ വിഷയത്തിൽ, കോഴ അഴിമതി കാര്യത്തിൽ റിപ്പോർട്ട് ചോർന്നതിൽ വലിയ രീതിയിലുള്ള അമർഷവും അതൃപ്തിയുമാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അത് കേന്ദ്ര നേതൃത്വം സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയൊരു വിഷയം BJPയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ചോർന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ചോർത്തിയവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇന്നത്തെ യോഗത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് കേന്ദ്രത്തിൻ്റെ തന്നെ പ്രതിനിധി കൂടെ സന്തോഷ് കൂടെ ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു നിഗമനം വെച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ചോർന്നത് BJP സംസ്ഥാന സെക്രട്ടറി കൂടിയായ അന്വേഷണ കമ്മീഷനിലെ അംഗം കൂടിയായ AK നസീർ വഴി എന്നാണ് BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. മറിച്ച് AK നസീർ മാത്രമല്ല, AK നസീറിൻ്റെ ബെയിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ട് പോവുകയും അതിനുശേഷം അത് പല നേതാക്കളും മറ്റു പല മാധ്യമങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരാൾ മാത്രമല്ല, ഇതിനകത്ത് കണ്ണികളുണ്ട്. ഇവരെ എല്ലാം കണ്ടെത്തണമെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുമുള്ള നിലപാടാണ് BJP കേന്ദ്ര നേതൃത്വമുള്ളത്. ഇത് വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇതനുസരിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ നടക്കാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഇതിനകത്ത് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റിപ്പോർട്ട് 5 പേർ മാത്രമാണ് കാണാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷന് കൈമാറിയ റിപ്പോർട്ട് ചോർന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെ എന്നാണ് V മുരളീധര പക്ഷം ഉന്നയിക്കുന്നത്. ആ ആരോപണം ഇന്നും അവർ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ MT രമേശിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യവും സംസ്ഥാന നേതൃത്വത്തിൽ ഉയർന്നു വരും. അത് മിക്കവാറും സംസ്ഥാന നേതൃയോഗത്തിലായിരിക്കും ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമായി അലയടിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി തന്നെയാണ് രംഗത്ത് വരാൻ പോകുന്നത്. കാരണം ഇത് BJPക്ക് ഏറ്റിരിക്കുന്ന ഒരു ക്ഷതമാണ്. BJPക്ക് അകത്ത് നടക്കുന്ന ഈ കോഴ നേതാക്കൾ തന്നെ അതിൽ പങ്കാളികളാകുന്നു. അത് ശക്തമായ രീതിയിൽ തന്നെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യവും അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, കേന്ദ്രം തന്നെ ഈ വിഷയത്തിൽ സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. ഇന്ന് അത് കേന്ദ്ര പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഈ ആരോപണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉണ്ടായിട്ടുള്ള ക്ഷതം മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനായിട്ട് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉന്നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ PK കൃഷ്ണദാസ് വിഭാഗം ഉന്നയിക്കാൻ പോകുന്നത് ഒരു പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കണം. ആ അന്വേഷണ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ അഴിമതി ആരോപണം അന്വേഷിക്കണം. അതിന് നിജസ്ഥിതി വരികയാണെങ്കിൽ അത് അനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. ആദ്യം പരിഗണന നൽകുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു, ആര് ചോർത്തിയവരാരായാലും ശരി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിനകത്തുണ്ടാകും. അതിനുശേഷമായിരിക്കും ഇതിൽ അഴിമതി ആരോപണ വിധേയനായ MT രമേശിനെതിരെ നടപടി സ്വീകരിക്കണോ, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമോ, വിനോദിനെ മാത്രം പുറത്താക്കിക്കൊണ്ട് കൈകഴുകി രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് BJP പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അല്പസമയത്തിന് തന്നെ കോർ കമ്മിറ്റി യോഗം ആരംഭിക്കും. നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു ആക്രമണം തന്നെ ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓരോ നേതാക്കളും യോഗത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയായിരിക്കും ഇന്നും ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു യോഗത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ പറയുന്നത്. കാരണം ഇത് നിസ്സാര വിഷയമായി BJP കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര നേതൃത്വം വലിയ രീതിയിൽ തന്നെ ഇതിനകത്ത് രോഷാകുലരായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. കാരണം സംസ്ഥാനത്ത് BJP നേതൃത്വത്തിനെതിരെ നേരത്തെ തന്നെ ഇവരുടെ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് RSSന്റെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇതിനകത്തുണ്ട്. RSS തന്നെയാണ് ഇത്തരത്തിൽ RSSന്റെ ഇതിനകത്ത് ചുമതല വഹിക്കുന്ന പ്രാന്ത കാര്യവാഹ് കൂടെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതനുസരിച്ചായിരിക്കും ചർച്ചകൾ പുരോഗമിക്കുക.
ശരി, സുനിൽ തുടരുക. ഇപ്പോൾ പി എ മനോജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി എ മനോജ്, ഇപ്പോൾ പാർട്ടിക്കുണ്ടായ തിരിച്ചടി കേന്ദ്രം വരെ ഞെട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് മുഖപത്രമായ ജന്മഭൂമിയിൽ ഇത്തരത്തിൽ, അതായത് കുലംകുത്തികളെ കരുതിയിരിക്കണം എന്ന രീതിയിൽ കെ പി കുഞ്ഞിക്കണ്ണന്റെ ഒരു ലേഖനവും വന്നിരിക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് കോർ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുമെല്ലാം ബി ജെ പി ചേരാനിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവിക്കുന്ന കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത്? ബിജെപിയും RSSും കോർ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും നേതാക്കളായാലും അവർ ഞെട്ടിയത് അഴിമതി നടത്തിയതിലല്ല, അഴിമതി പുറത്തു വന്നതിലാണ്. അതുകൊണ്ടാണ് ഇപ്പോ നേരത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞത്, അഴിമതി അന്വേഷണം നടന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനെതിരെ നടപടിയെടുക്കും. അതാണ് ആദ്യം അന്വേഷിക്കുക, അതിനാണ് പ്രഥമ പരിഗണന. അതായത് ഈ അഴിമതിയും കൊള്ളയും കോഴയും ഒക്കെ കൃത്യമായിട്ട് നടത്താം. ആ നടത്തുന്ന കാര്യം പുറത്തേക്ക് അറിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നതാണ് BJPയുടെ RSSന്റെ പൊതുസമീപനം. ഇപ്പൊ RSS ഇടപെടും എന്ന് പലരും പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ വാർത്ത എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അഴിമതിയുടെ എല്ലാം കേന്ദ്രം RSS ആണ്, BJPയെ നയിക്കുന്നത് RSS ആണ്. RSS തീരുമാനിച്ച് നടക്കുന്ന അഴിമതി RSS തീരുമാനിച്ചിട്ടാണ് കേരളത്തിൽ കുമ്മനം രാജശേഖരനെ BJPയുടെ പ്രസിഡന്റ് ആക്കിയത്. അതുവരെ മിസ്കോൾ മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത കുമ്മനം രാജശേഖരൻ ഒരു സുപ്രഭാതത്തിൽ RSS നൂറിൽ കെട്ടി ഇറക്കിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിനർത്ഥം ഈ അഴിമതിക്ക് മുഴുവൻ കുടപിടിക്കാനും കുമ്മനത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ സന്തത സഹചാരിയുമാണ് രാകേഷ് ശിവരാമൻ. ആ രാകേഷ് ശിവരാമനാണ് കേരളത്തിൽ നിന്ന് കുമ്മനത്തിന്റെ ഓഫീസിൽ നിന്ന് ഡൽഹിയിൽ ചെന്ന് ലോധ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ കോളേജിന്റെ ഈ വർക്കലയിലെ SR മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടുമോ എന്ന് ശ്രമിച്ചത്. ഒരു ആരോപണ വിധേയൻ ഒരാൾ അദ്ദേഹമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പാർലമെന്റിലേക്ക് നോമിനേറ്റഡായി അയച്ച റിച്ചാർഡ് ഹേ MP, ആ MPയും MPയുടെ PA കണ്ണദാസും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഈ MD രമേശിനെ കുറിച്ച് പറയുന്നത്, MD രമേശ് പാലക്കാട് ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് 5 കോടി വാങ്ങി അംഗീകാരം വാങ്ങിക്കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്കല കാര്യം അദ്ദേഹത്തോട് കൺഫേം ചെയ്യാൻ പോയത് എന്നാണ് ആ മൊഴിയിൽ പറയുന്നത്. അതിനർത്ഥം ഏജൻസി പടിയാണ് കേരളത്തിലെ BJPയും RSSും എടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള അഴിമതി നടക്കുന്നത് കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിൽ അഴിമതി നടത്തി കാര്യം സാധിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ഏജന്റുമാരായിട്ട് കേരളത്തിലെ BJPയും സംഘപരിവാറും മാറിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ വിഷയം. ആ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് RSS ഇടപെടും. RSS പിന്നെ ആകാശത്ത് നിന്ന് പൊട്ടി ഇങ്ങോട്ട് വീഴുന്ന അത്ഭുത ജീവിയോ? RSS ആണ് യഥാർത്ഥ കുറ്റവാളികൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെയും നാളത്തെയും പിന്നെ കമ്മിറ്റി യോഗങ്ങളിലൊന്നും എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും ആരും കരുതേണ്ടതില്ല. ഇതിന്റെ ആരോപണ വിധേയരല്ലാത്ത ആരുമില്ല. കുമ്മനം രാജശേഖരന്റെ ബന്ധങ്ങളാകെ ഈ അഴിമതിക്കാരുമായിട്ടാണ്. കഴിഞ്ഞ ഗവൺമെന്റിൽ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നുവോ അതുപോലെ ഈ ജോപ്പനെയും ജിക്കുമോനെയും ഡൽഹിയിലെത്തുമ്പോൾ തോമസ് കുരുവിളയും ഒക്കെ വിന്യസിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ അഴിമതിക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ MD രമേശ് ആയാലും ഈ 2 വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. 2 വിഭാഗവും പരസ്പരം പോരടിക്കുന്നത് അഴിമതിയെ കുറിച്ചാണ്. അഴിമതി ആര് കൂടുതൽ നടത്തി? ഇപ്പോ ഇവരുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത് BJPയിൽ കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നാണ്. അതായത് അഴിമതി നടത്തിയവരും അഴിമതി പണം കിട്ടാത്തവരും തമ്മിലുള്ള യുദ്ധം. യഥാർത്ഥത്തിൽ അതല്ല, കൂടുതൽ കിട്ടിയവരും കുറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നവരും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തില് BJP ഏതെങ്കിലും ഔദ്യോഗിക ഭരണത്തിലില്ല. എന്നാൽ ഭരണത്തിന്റെ ദുസ്വാധീനം ഉപയോഗിച്ച് മലപ്പുറത്ത് നിന്ന് വന്ന വാർത്ത, ബാങ്ക് റിക്രൂട്ട്മെന്റിൽ ഒരാൾക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിയതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല കിട്ടിയപ്പോ നടത്തിയ 88 ലക്ഷത്തിന്റെ അഴിമതി പുറത്തു വന്നു കഴിഞ്ഞു. പാലക്കാട്ട് അഴിമതിയാണ്. കഴിഞ്ഞ വാജ്പേയി ഗവൺമെന്റ് കാലത്ത് പെട്രോൾ പമ്പും ഗ്യാസും. ഇവിടെ തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ എന്നൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അത്തരം കെട്ടിടം ഉണ്ടാക്കും. ഇപ്പൊ അത് പൊളിച്ചു, പുതിയ കെട്ടിടം വരാൻ പോവാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുമ്പോൾ കേരളത്തിലാകെ പിരിവ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. BJP ഒരു പൈസ എവിടെ നിന്നും പിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല.
അത് അഴിമതിയിലൂടെ സമ്പാദിച്ച പണം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും PA മനോജ് വാഗ്ദാനം ചെയ്ത കേന്ദ്രമന്ത്രി സ്ഥാനം അടക്കം ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നഷ്ടമാകുമെന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടി തലത്തിൽ രസീമ ഇനി അന്വേഷണം നടത്തി റിപ്പോർട്ട് എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും സമർപ്പിച്ചാൽ പോരും. ഏത് രീതിയിലായിരിക്കും ഈ പ്രതിച്ഛായ BJP തിരിച്ചുപിടിക്കുക? പ്രതിച്ഛായ എന്ന് പറയുന്ന ഇന്നലെ BJPയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര വക്താവ് നരസിംഹറാവു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അന്വേഷണമില്ല, ഒരു വ്യക്തിയുടെ അധാർമിക പ്രവർത്തനമാണ് എന്ന്. അത് ഇവിടെ ശ്രീകണ്ഠേശ്വരത്ത് തേരാപ്പാര നടന്നിരുന്ന ഒരു നേതാവ് കുമ്മനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ BJPയുടെ സംസ്ഥാന സഹകരണ സെൽ കൺവീനർ ആകുന്നു RS വിനോദ്. ആ RS വിനോദ് നടത്തിയ അധാർമിക പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നത്. അതിനർത്ഥം ഇതൊക്കെ ലഘൂകരിച്ച് ലാഘവത്തോടെ കണ്ട് അങ്ങനെ പ്രചരിപ്പിച്ച് BJPയുടെ കേന്ദ്രീകൃതമായ സംഘടിതമായ അഴിമതി മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ അവർ ചെയ്യാൻ പോകുന്നത് മാധ്യമങ്ങളെ വിലക്കെടുക്കും. ഇപ്പൊ തന്നെ കേരളത്തിലെ ഓൺലൈൻ മീഡിയയിൽ BJPക്കെതിരെ അതിശക്തമായി പ്രചരണം നടത്തിയെന്ന് നമ്മൾ കരുതിയിരുന്ന പല മാധ്യമങ്ങളിലും ഇപ്പോ ഈ അഴിമതി സംബന്ധിച്ച വാർത്തകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. സ്വാഭാവികമായ അടുത്ത ഘട്ടം BJP കേന്ദ്രീകരിച്ച് തന്നെ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു, അല്ലെങ്കിൽ തങ്ങളോട് ഒത്തുനിൽക്കുന്ന കോർപ്പറേറ്റുകൾ കൊണ്ട് മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിക്കുന്നു എന്നൊരു ആക്ഷേപം ഇന്ത്യയിലാകെ നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മാധ്യമങ്ങളെ മൗനികളാക്കിക്കൊണ്ട് ഈ അഴിമതിയുടെ വ്യാപ്തി ഇത് ഒരു മെഡിക്കൽ കോളേജിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷം 70 മെഡിക്കൽ കോളേജാണ് രാജ്യത്ത് അനുവദിച്ചത്. ആ 70 മെഡിക്കൽ കോളേജിൽ 17 എണ്ണത്തിന് മാത്രമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കിട്ടിയത്. ബാക്കി ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ പരിശോധനയിലാണ് ബാക്കി മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടുന്നത്. ആ അംഗീകാരം കിട്ടിയ ഓരോ മെഡിക്കൽ കോളേജുകൾക്ക് പിന്നിലും ഈ ഇത്തരം അഴിമതി കഥകളുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത വർഷത്തേക്ക് 58 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ പോകുന്നു എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇത് വ്യാപകമായ അഴിമതിയാണ്. ഈ അഴിമതി RSS നയിക്കുന്ന അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയുടെ തലയിൽ വെച്ച് ആ വ്യക്തിയുടെ അധാർമികതയാണ് എന്ന് പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ത്വര അത് RS സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. വ്യാപം കുംഭകോണത്തെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ. ശവപ്പെട്ടി മുതൽ പെട്രോൾ പമ്പ് വരെ ചെറുതും വലുതുമായ അഴിമതികൾ തുടരെ നടത്തിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ BJP ഏതെങ്കിലും തരത്തിൽ പ്രതിച്ഛായ നഷ്ടത്തെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു വിഷമവുമില്ല. കാരണം 5.6 കോടി രൂപ കേരളത്തിൽ നിന്ന് BJPയുടെ പ്രധാന നേതാവ് ഡൽഹിയിൽ ഇടനിലക്കാരൻ എത്തിക്കാൻ അയച്ചത് ഹവാല വഴിയാണെന്നാണ്. പെരുമ്പാവൂരിലെ കുഴൽപ്പണ മാഫിയയിൽപ്പെട്ട ഒരാളിലൂടെയാണ് ഈ പണം അയച്ചത് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും നേതാക്കൾ വിഭാഗീയത വളർത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇതിൽ കൂടുതൽ BJPക്ക് തലവേദനയാകില്ലേ? അവിടെയാണ് പ്രശ്നം. ഈ വിഭാഗീയത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോഗവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ധാർമ്മിക വിഭാഗീയതയൊന്നുമല്ല. മറിച്ച് പണം കൈപ്പറ്റുന്നതിൽ അതുപോലെ അധികാരം കീഴടക്കുന്നതിലുള്ള അടിയാണ്, ആർത്തി കൊണ്ട് അടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ടു കഴിഞ്ഞാൽ ആർത്തി കാണിക്കും. ഏതാണ്ട് അതുപോലെയാണ് പണത്തോട് ആർത്തി പിടിച്ച് BJP നേതാക്കൾ ഓരോരുത്തരും, അതിൽ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പണത്തോടുള്ള ആർത്തി, അധികാരത്തോടുള്ള ആർത്തി, പദവിയോടുള്ള ആർത്തി, അതാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം എനിക്ക് പദവി കിട്ടണമെന്നല്ലാതെ മറ്റൊരാൾക്ക് മറ്റെന്തെങ്കിലും കിട്ടണമെന്നോ അല്ലെങ്കിൽ പാർട്ടി വളരണമെന്നോ ഉള്ള താല്പര്യം അവർക്ക് ആർക്കുമില്ല. ഇപ്പോ കേരളത്തിലെ BJPക്കാരുടെ ജീവിത ശൈലി നോക്കുക. അവർ നടത്തുന്ന വിദേശ യാത്രകൾ, അവർ നടത്തുന്ന ഡൽഹി യാത്രകൾ, ഇവിടെ ഏത് പ്രശ്നമുണ്ടെങ്കിലും ആളെയും കൂട്ടി ഡൽഹിയിൽ പോവുകയാണ്. അതുമാത്രമല്ല ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടല്ലോ, ഇപ്പൊ പുറത്തു വന്നവരും അല്ലാത്തവരുമായ നേതാക്കളെ പിടിച്ച് NIA അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് CBI അന്വേഷിച്ച് പല കേസുകളും എങ്ങനെയാക്കിയെന്ന് നമുക്കറിയാലോ. ഇത് കേന്ദ്ര ഗവൺമെന്റ് RSSന്റെ കയ്യിൽ കിട്ടും, അതുകൊണ്ട് തങ്ങൾക്ക് രക്ഷാകവചം CBIയോ NIAയോ ഒരുക്കിക്കൊള്ളും എന്ന ധാരണയിലാണ് ഇവരിത് പറയുന്നത്. ഈ പറഞ്ഞ ജന്മഭൂമി എന്ന പത്രം ആ പത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ആ പത്രം തന്നെ ഈ RSSന്റെയും BJPയുടെയും വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ്
ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതെ, വളരെ നന്ദി ശ്രീ പി എ മനോജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കോർ കമ്മിറ്റി യോഗവും നടക്കുന്ന സ്ഥലത്ത് നിന്ന് സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, യോഗം എപ്പോഴാണ് കൃത്യമായി ആരംഭിക്കുക? യോഗത്തിൽ ആരോപണ വിധേയനായ എം ടി രമേശിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൊട്ടിത്തെറി മുരളീധരപക്ഷം നടത്താൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ. തീർച്ചയായും ധന്യ, ഒരു പൊട്ടിത്തെറി തന്നെ ഈ യോഗത്തിനകത്ത് ഉണ്ടാകുമെന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. കാരണം ഇതിനകത്ത് കേന്ദ്ര നേതൃത്വം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി തന്നെ ML സന്തോഷ് അടക്കമുള്ള സഹപ്രാന്ത വാര്യവാഹ അടക്കമുള്ള ആളുകൾ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ദേശീയ ഭാരവാഹി കൂടിയായ രാജയും ഈ യോഗത്തിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ കോഴ ആരോപണത്തിൽ ആദ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ പരിഗണന അവർ റിപ്പോർട്ട് ചോർന്നതിലാണ് നൽകുന്നത്. മറിച്ച് അഴിമതി ആരോപണത്തിന് അവർ പ്രാധാന്യം നൽകാതെ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ചോർന്നത് എന്നുള്ളതാണ് അതിലെ ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് പോരിൻ്റെ ഒരു ശക്തി, അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്മേൽ ആരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി അവർ മുന്നോട്ട് ഈ അജണ്ടയിൽ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ അഴിമതി ആരോപണ വിധേയരായിട്ടുള്ള നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളത്. അത് എം ടി രമേശിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് എത്രമാത്രം ശക്തമായി ഇന്ന് വാദിക്കുമോ അതനുസരിച്ചായിരിക്കും യോഗത്തിനകത്ത് അതിൻ്റെ ഒരു നടപടി ഉണ്ടാവുക. അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദിനെ മാത്രം ഈ ഒരു വിഷയത്തിൽ പുറത്താക്കിക്കൊണ്ട് മറ്റ് ഏജൻസികൾ എന്നുള്ള രീതിയിൽ അവരെ അന്വേഷിക്കാൻ വേറെ ഏജൻസി കേന്ദ്രം വെക്കട്ടെ എന്നുള്ള രീതിയിൽ തടിയൂരാനുള്ള സാധ്യതകളും ഈ യോഗത്തിനകത്ത് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ആരംഭിക്കുന്നത് ധന്യ, അല്പസമയത്തിനകം തന്നെ കോർ കമ്മിറ്റി യോഗം ആരംഭിക്കും. നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കളും RSSന്റെ പ്രതിനിധികളായിട്ടുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. ആദ്യം കോർ കമ്മിറ്റി യോഗമാണ്. അതിനുശേഷമാണ് സംസ്ഥാന ഭാരവാഹികളുടെയും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളുടെയും യോഗം സംസ്ഥാന നേതൃയോഗമായി തന്നെ ചേരുന്നത്. ആദ്യത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു തീരുമാനം എത്തിയ ശേഷം മാത്രമായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിക്കുക. കാരണം അല്ലെങ്കിൽ ആദ്യമേ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പൊട്ടിത്തെറിയും വാക്പോരും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആദ്യം ഒരു തീരുമാനത്തിൽ എത്തിയ ശേഷം മാത്രം, കാരണം അംഗങ്ങൾ പരസ്പരം അവിടെ പോരടിക്കുന്നതിനേക്കാൾ ആദ്യം അതിനകത്ത് എന്താണ് അവരുടെ ആരോപണമെന്നും അതിന് ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു ധാരണയിലെത്തിയ ശേഷം മാത്രമാകും രണ്ടാമത്തെ യോഗത്തിലേക്ക് കടക്കുക. ഏതായാലും കോർ കമ്മിറ്റി യോഗം ആരംഭിക്കാൻ പോവുകയാണ്. BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ സംബന്ധിച്ച അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി BJP സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗം തിരുവനന്തപുരത്ത് ചേരും. BJP കോർ കമ്മിറ്റി യോഗവും ചേരും. അന്വേഷണ കമ്മീഷന് റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ MT രമേശിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മുരളീധരപക്ഷം നേതാക്കൾ എത്തുന്നതോടെ യോഗം പൊട്ടിത്തെറിയുടെ വക്കിലെത്തും. കൂടാതെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ അതൃപ്തിയും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം കോഴ അഴിമതി വിഷയത്തിൽ പുതിയൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്ന ആവശ്യവും യോഗത്തിലുണ്ടാകും. വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്. വാർത്തകളിലേക്ക്. മലപ്പുറത്തെ ബാങ്ക് കോഴ കേസിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥിനെതിരെ നടപടിയുണ്ടായേക്കും. പരാതി ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടിതല അന്വേഷണം വേഗത്തിലാക്കി നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. 2 അംഗ അന്വേഷണ കമ്മിറ്റിയെയാണ് BJP ജില്ലാ കമ്മിറ്റി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10-ന് ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. ജില്ലാ കമ്മിറ്റിയിലെ ഒരംഗം തന്നെയാണ് പരാതി അന്വേഷിക്കണമെന്ന് കമ്മിറ്റിയിൽ രേഖാമൂലം ആവശ്യമുന്നയിച്ചത്. കോഴവാർത്ത കൂടുതൽ ചർച്ചയാവുന്നതിന് മുമ്പ് രശ്മിൽ നാഥിനെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് ആലോചിക്കുന്നത്. അതേസമയം ജില്ലാ ഘടകത്തിലെ വിഭാഗീയതയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളിലെത്തിച്ചതെന്നും ഇക്കാര്യം കൂടി കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നും രശ്മിൽ നാഥിന്റെ അനുകൂലികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PK കൃഷ്ണദാസാണ് അന്വേഷണം നിരീക്ഷിക്കുന്നത്. അതേസമയം രശ്മിൽ നാഥിനെതിരായ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തുക കൈമാറിയത് സംബന്ധിച്ച ബാങ്ക് ഇടപാട് രേഖകൾ പോലീസ് പരിശോധിക്കും. മഞ്ചേരി സ്വദേശി ഔസേപ്പിൽ നിന്നാണ് മകന് ബാങ്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് രശ്മിൽ നാഥ് 10 ലക്ഷം രൂപ കോഴ വാങ്ങിയത്. KT സ്വാലിഹ്, മലപ്പുറം. ഖത്തറിന്റെ തീവ്രവാദത്തിനെതിരെ UAE അനുമോദിച്ചു. ഖത്തറിനോടുള്ള UAEയുടെ ഉപരോധത്തിൽ ഇളവ്. അതേസമയം സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധരാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ
ഹമദ് അൽ താനി വ്യക്തമാക്കി. ടെലിവിഷനിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും ഖത്തർ അമീർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റ് നടത്തിയ ശ്രമങ്ങളെയും ഖത്തർ അമീർ തന്റെ പ്രസംഗത്തിൽ പ്രശംസിച്ചു. ഓണത്തിന് ആന്ധ്രയിൽ നിന്ന് 7000 ടൺ അരി കൊണ്ടുവരുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമൻ. ആന്ധ്ര സർക്കാർ നേരിട്ടായിരിക്കും അരി എത്തിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി 2 ആഴ്ചയ്ക്ക് മുൻപ് ആന്ധ്രയിൽ അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിക്ക് പോകുന്ന സന്ദർഭത്തിൽ ആന്ധ്ര ഉപമുഖ്യമന്ത്രി ശ്രീ കെ ഇ കൃഷ്ണമൂർത്തിയുമായി അരിയുടെ പ്രശ്നം വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര അരി അവിടുന്ന് ആന്ധ്ര ഗവൺമെൻറ് തന്നെ ലഭ്യമാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആന്ധ്ര മുഖ്യമന്ത്രിയായിട്ട് തന്നെ സംസാരിച്ചതിന് ശേഷം CM-നെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അവർ അത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര അരി ആന്ധ്ര ഉറപ്പുവരുത്താം. അങ്ങനെയാണ് നമുക്ക് ഭക്ഷ്യമന്ത്രി ഇവിടെ നിന്ന് വരാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആന്ധ്രയിൽ പോകണം, ഞാനിങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്, അവർ വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം ആഹാരയോഗ്യമല്ലെന്ന് CAG റിപ്പോർട്ട്. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നതിൽ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 70 റെയിൽവേ സ്റ്റേഷനുകളിലും 84 ട്രെയിനുകളിലും പരിശോധന നടത്തിയാണ് CAG റിപ്പോർട്ട് തയ്യാറാക്കിയത്. വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ടാപ്പിൽ നിന്നും ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ചാണ് ശീതളപാനീയങ്ങളും മറ്റും തയ്യാറാക്കുന്നത്. വിൽപ്പന നടത്തുന്ന ആഹാര സാധനങ്ങൾ ശരിയായി മൂടിവെക്കാത്തതുകൊണ്ട് എലിക്കും പാറ്റയ്ക്കും വന്നിരിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഭക്ഷണത്തിന്റെ അളവിലും കൃത്രിമം നടക്കുന്നു. ഒട്ടുമിക്കയിടങ്ങളിലും അംഗീകാരമില്ലാത്ത കമ്പനികളുടെ കുപ്പിവെള്ളമാണ് വിൽപ്പന നടത്തുന്നത്. വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് യാത്രക്കാർക്ക് ബില്ല് നൽകാറില്ലെന്നും CAG കണ്ടെത്തി. ഭക്ഷണം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ 7 റെയിൽവേ സോണുകൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഗ്യാസ് അടുപ്പിൽ നിന്നും ഇലക്ട്രിക് സംവിധാനത്തിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും പുതുതായി നിർമ്മിക്കുന്ന പാൻട്രി കാറുകളിൽ പോലും അതിനുള്ള സംവിധാനം ഒരുക്കുന്നില്ലെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ കോവളം MLA M വിൻസെന്റിൽ നിന്ന് പോലീസ് ഇന്ന് മൊഴിയെടുത്തേക്കുമെന്ന് സൂചന. പരാതിക്കാരിയായ വീട്ടമ്മയെ MLA ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്ന് തെളിയിക്കുന്ന കോൾ ഡീറ്റെയിൽസ് പോലീസിന് ലഭിച്ചു. പരാതിയിൽ പിൻവലിപ്പിക്കാനുള്ള അവസാന ശ്രമവും പാളിയതോടെയാണ് പരാതിക്കാരിയായ സ്ത്രീക്ക് മാനസിക രോഗമെന്ന് വരുത്താൻ ശ്രമം നടക്കുന്നത്. M വിൻസെന്റ് MLAക്കെതിരായ തെളിവുകൾ പരിശോധിക്കുന്നതിനായി അന്വേഷണ സംഘം രാത്രിയോടെ യോഗം ചേർന്നിരുന്നു. MLAക്കെതിരെ വീട്ടമ്മയുടെ മൊഴി ശക്തമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരാതിക്കാരിയായ വീട്ടമ്മയെ വിൻസെന്റ് മൊബൈലിലൂടെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് തെളിയിക്കുന്ന ടെലഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടതായിട്ടാണ് കോൾ ഡീറ്റെയിൽസ് തെളിയിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിനാവശ്യമായ തെളിവുകൾ ലഭിച്ചതായിട്ടാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ കോവളം MLA M വിൻസെന്റിൽ നിന്ന് പോലീസ് ഇന്ന് മൊഴിയെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. MLAക്കെതിരെ ബാലരാമപുരം സ്വദേശിയായ ഒരു പള്ളി വികാരിയും കന്യാസ്ത്രീയും മൊഴി നൽകിയിട്ടുണ്ട്. ശല്യം സഹിക്കവയ്യാതെ ഫോണിൽ വിൻസെന്റിനെ കന്യാസ്ത്രീയുടെ സഹായത്തോടെ ബ്ലോക്ക് ചെയ്തിരുന്നതായിട്ടാണ് വീട്ടമ്മ മൊഴി നൽകിയത്. ഒരു മെഡിക്കൽ ക്യാമ്പിനിടെയാണ് വിൻസെന്റ് വീട്ടമ്മയെ പരിചയപ്പെടുന്നത്. തന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന മറ്റൊരാളിൽ നിന്നും രക്ഷ തേടിയാണ് വീട്ടമ്മ MLAയുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇത് പിന്നീട് തനിക്ക് വയ്യാവേലിയായെന്നാണ് വീട്ടമ്മയുടെ മൊഴി. പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുമെന്ന് വീട്ടമ്മ പീപ്പിൾ TVയോട് പറഞ്ഞു. M വിൻസെന്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എന്നെ എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ആരോപണ വിധേയനായ M വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിലുടനീളം ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ചയോടെ മണ്ഡലത്തിലെ ജനങ്ങളുമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനാണ് CPIM നീക്കം. എന്നാൽ MLA ഉൾപ്പെട്ട പീഡന പരാതി പുറത്തുവന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് പിന്നാലെ ജൂനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫും പ്രതിയായേക്കും. താൻ കൈമാറിയ നിർണായക തെളിവായ മൊബൈൽ ഫോൺ രാജു ജോസഫ് നശിപ്പിച്ചുവെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി സത്യമായാൽ പ്രതിയാക്കാനാണ് തീരുമാനം. എന്നാൽ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഫോണിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ രാജു ജോസഫിന് കൈമാറിയെന്നും രാജു ജോസഫ് ഇത് നശിപ്പിച്ചു കളഞ്ഞുവെന്നും പ്രതീഷ് ചാക്കോ മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യവെയാണ് പ്രതീഷ് ചാക്കോ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജു ജോസഫിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. എന്നാൽ ഇക്കാര്യം അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പൾസർ സുനി തന്റെ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോയ്ക്ക് കൈമാറിയ മൊബൈൽ ഫോൺ പിന്നീട് ദിലീപിന് നൽകിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരുന്നുണ്ട്. ദിലീപിനല്ലാതെ മറ്റാർക്കെങ്കിലും മൊബൈൽ ഫോൺ കൈമാറിയോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുടുങ്ങിയിരിക്കുന്നത് സ്രാവല്ലെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങുമെന്നും പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റുന്നതർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതീവ രഹസ്യമായാണ് പോലീസ് കരുക്കൾ നീക്കുന്നത്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ഹർജിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്ന് കേരളവർമ്മ കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത്. മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാനാകാത്തവരാണ് തനിക്കെതിരായ ഭീഷണിക്ക് പിന്നിൽ. അപകീർത്തികരമായ പ്രചാരണങ്ങൾക്കും ഭീഷണികൾക്കുമെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും ദീപ നിശാന്ത് പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്നും ആശയപ്രകടനത്തെ എതിർക്കാൻ നഗ്നചിത്രത്തിൽ തലവെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചവരോട് സഹതാപമാണ് തോന്നുന്നതെന്നും ദീപ നിശാന്ത് പറഞ്ഞു. പരാതിയിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയൊക്കെ ആകുമ്പോൾ ഈ രീതിയിൽ ഒരു നഗ്നചിത്രം, അതിൻ്റെ മുകളിൽ എൻ്റെ തല, ഒരു ആർട്ടും മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഹിന്ദുമത വിശ്വാസിയാണെന്നും മതത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന ആഗ്രഹമില്ല എന്നും വ്യക്തമാക്കിയ ദീപ നിശാന്ത് തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് ഹിന്ദുക്കളല്ലെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞു. മതപരിവർത്തനമാണ് ഉദ്ദേശമെന്ന ആരോപണത്തെ ഗൗനിക്കുന്നില്ല. ഞാൻ മുസ്ലിം മതപരിവർത്തനം നടത്താനായിട്ട് ഇരിക്കുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ. ഇവർക്ക് പിന്നെ ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ അല്ലേ അവർക്കറിയുള്ളൂ. അവരൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ ഈ സംവാദ മര്യാദ പാലിക്കാത്തുള്ള ഒരു വിമർശനങ്ങളെയും ഞാൻ ഗൗനിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം മാനസിക പിന്തുണ നൽകുന്നവർക്ക് ദീപ നിശാന്ത് നന്ദി പറഞ്ഞു. കേരളവർമ്മ കോളേജിൽ MF ഹുസൈന്റെ പെയിന്റിംഗ് സ്ഥാപിച്ച SFI നിലപാടിനെ അനുകൂലിച്ചതോടെയാണ് ദീപ നിശാന്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ പ്രചാരണം ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓണത്തിന് 7000 ടൺ അരി ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. ഓണത്തിന് 1500ഓളം ഓണച്ചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണത്തിന് ആന്ധ്രയിൽ നിന്ന് 7000 ടൺ മേൽത്തരം ജയ അരി ഇറക്കുമതി ചെയ്യാനാണ് കേരളം ധാരണയിലെത്തിയത്. ഓണത്തിന് ശേഷവും സംസ്ഥാനത്തിന് ആവശ്യമായ അരിയും മുളകുമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആന്ധ്രാപ്രദേശ് കേരളത്തിന് നൽകും. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലെത്തിക്കുക. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ വഴി ഇവ ജനങ്ങളിലെത്തിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള അരി, നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള മുളക്, ഗുണ്ടൂർ മുളക്, അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ലഭ്യമാക്കാം. ഓണത്തിന് മാത്രമല്ല, മുഴുവൻ പീരീഡും നമുക്ക് ലഭ്യമാക്കാം. ആ ഉൽപ്പന്നങ്ങൾ അവർ കൃഷിക്കാരൻ സംഭരിച്ച് അവരുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ച് നമുക്ക് നൽകും. കേരളത്തിന്റെ ശബരി ഉൽപ്പന്നങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും കയറ്റി അയക്കും. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 1500ഓളം ഓണച്ചന്തകൾ ഇത്തവണ ഉണ്ടാകും. ഈ ഓണത്തിന് പഴയതുപോലെ തന്നെ മുഴുവൻ പ്രദേശങ്ങളിലും ഓണച്ചന്തകൾ ഞങ്ങൾ കണക്കാക്കുന്ന 1400 ഓണച്ചന്തകൾ ഇത്തവണ ഞങ്ങൾക്ക് ആരംഭിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡിലെ അനർഹരെ ഒഴിവാക്കുന്ന നടപടി അവസാന ഘട്ടത്തിലാണെന്നും കുറ്റമറ്റ പട്ടിക തയ്യാറാക്കി ധാന്യ വിതരണം നടത്തുമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രായപൂർത്തിയാകാത്ത 2 ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പൂജാരി അറസ്റ്റിൽ. കഴക്കൂട്ടത്താണ് സംഭവം. കഴക്കൂട്ടം പോലീസാണ് പൂജാരിയെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി ശ്രീകാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ:
കഴിഞ്ഞ വേനലവധിക്കാലത്ത് ശ്രീകാന്തിന്റെ അയൽവാസികളായ വിദ്യാർത്ഥികളെ വീട്ടിൽ വിളിച്ചു വരുത്തി നീലചിത്രങ്ങൾ കാണിച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുകയായിരുന്നു. ആദ്യം ഒരാൺകുട്ടിയെ പീഡിപ്പിച്ച ശ്രീകാന്ത് മധുരപലഹാരങ്ങൾ വാഗ്ദാനം നൽകിയാണ് മറ്റൊരു കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. സ്കൂൾ തുറന്ന ഘട്ടത്തിൽ കുട്ടികളിലുണ്ടായ മാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ഇവർ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തപ്പോഴാണ് കുട്ടികൾ തങ്ങൾക്ക് നേരിട്ട പീഡനങ്ങൾ വിശദീകരിച്ചത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നഗരത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് തുല്യനീതി ഉറപ്പാക്കാൻ കൊല്ലം കോർപ്പറേഷൻ രംഗത്ത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഇവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും. ഇതിന്റെ ആദ്യഘട്ടമായി കുടുംബശ്രീ അയൽക്കൂട്ടം രൂപീകരിച്ചു. ദേശീയ നഗര ഉപജീവന മിഷന്റെ സാമൂഹിക സംഘാടനത്തിൽപ്പെടുത്തി കുടുംബശ്രീ രൂപീകരിക്കുന്ന ജില്ലയിലെ ആദ്യ സ്പെഷ്യൽ അയൽക്കൂട്ടം യാഥാർത്ഥ്യമായി. കോർപ്പറേഷൻ പരിധിയിലുള്ള 12 ട്രാൻസ്ജെൻഡേഴ്സാണ് അയൽക്കൂട്ടത്തിൽ അംഗങ്ങളായത്. കൊല്ലം മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് മറ്റ് വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടും അവരുടെ സമ്പാദ്യശീലം വളർത്താനും അവർക്ക് നല്ല ജീവിത ഉപാധി കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ചില പ്രോജക്ട്സുകൾ ഞങ്ങൾ ഈ നഗരസഭയുടെ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യ ഭാഗമെന്നുള്ളതിലേക്കാണ് ഇങ്ങനെ ഒരു കുടുംബശ്രീ പ്രസ്ഥാനം. അതിൽ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഇന്നവർ രൂപീകരിക്കുന്ന കുടുംബശ്രീയുടെ പേര് സഹജി എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കണമെന്നാണ് ഉദ്ദേശം. തങ്ങൾക്കായുള്ള പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യൂണിറ്റ് സെക്രട്ടറി ഹേമ പറഞ്ഞു. ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ജോലി നേടാനും ഒക്കെ ഇതൊരു വലിയ ഉപകാരമായിരിക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഇതെങ്ങനെ നടക്കാൻ പോലും ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റിയത്. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ ഭാഗമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. കാർഷിക കർമ്മസേനയിൽ കൃഷിയോട് താൽപര്യമുള്ളവരെ ഉൾപ്പെടുത്തും. പൊതുസമൂഹത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾവലിയുന്ന രീതിക്ക് അറുതി വരുത്തുകയാണ് ലക്ഷ്യം. കോർപ്പറേഷൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിനായി പ്ലാൻ ഫണ്ടിൽ 5.5 ലക്ഷം രൂപ വകയിരുത്തി. ലവ് ആൻഡ് ആർട്ട് സൊസൈറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റൽ സൗകര്യം ആവശ്യപ്പെട്ട് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. ക്യാമ്പസുകൾ അടച്ചിട്ടാണ് സർവകലാശാല അധികൃതർ സമരം നേരിടുന്നത്. വിദ്യാർത്ഥി സമരത്തിന് CPIM-ഉം വിവിധ വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സീറ്റുകൾ വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടുകയും കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിച്ചിരുന്ന ഹോസ്റ്റലുകൾ നിർത്തലാക്കുകയും ചെയ്തതോടെയാണ് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ താമസ പ്രശ്നം രൂക്ഷമായത്. പെരിയ ക്യാമ്പസിലെ നിലവിലുള്ള ഹോസ്റ്റലുകളിൽ നാമമാത്രം വിദ്യാർത്ഥികൾക്കാണ് താമസ സൗകര്യം. പുതിയ ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണത്തിനും നടപടിയില്ല. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ സമരത്തിന്റെ മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് മാറ്റുക, അതായത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതി യൂണിവേഴ്സിറ്റി അടച്ചിട്ടു. അപ്പം ഇന്നു മുതൽ ഞങ്ങൾ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് പഠിച്ചു തന്നെ സമരം ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽസ് ആണ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരും സർവകലാശാല അധികൃതരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാനവശേഷി വകുപ്പിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഈ സർവകലാശാലയിൽ ഹോസ്റ്റൽ വേണമെന്ന വിദ്യാർത്ഥിയുടെ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തെ അധികൃതർ അവഗണിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിക്കാൻ വിദ്യാർത്ഥി പ്രക്ഷോഭരുമായി സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്. വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടും, അതിനാണ് അവർക്ക് മുൻഗണന. അപ്പോൾ ആ മുൻഗണന ഉപേക്ഷിക്കണം. വിദ്യാർത്ഥികളുടെ ഈ ന്യായമായ പ്രശ്നം പരിഹരിക്കാനുള്ളതാണ്. സമരം 4 നാൾ പിന്നിട്ടെങ്കിലും പ്രശ്നപരിഹാരത്തിന് നടപടിയായിട്ടില്ല. ഗവേഷണ വിദ്യാർത്ഥികൾ ഇപ്പോൾ PG വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത് മാതൃകാ പ്രതിഷേധ സമരം നടത്തുകയാണ്. SFI, KSU തുടങ്ങിയ സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറത്ത് വീണ്ടും ലഹരിവേട്ട. DJ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന LSD-യുടെ 14 സ്ട്രിപ്പുകളുമായി മലപ്പുറം വളാഞ്ചേരി സ്വദേശി പിടിയിലായി. നാർക്കോട്ടിക് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. വളാഞ്ചേരിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ കുടുക്കാനായത്. ജില്ലയിൽ ലഹരി പെരുകുന്നുവെന്ന വിവരത്തെ തുടർന്നുള്ള ജാഗ്രതയിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഗോവയിൽ നിന്നാണ് പിടിയിലായ വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് സാദിഖ് LSD മലപ്പുറത്തെത്തിച്ചത്. 14 സ്ട്രിപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ട്രിപ്പിന് 3000 രൂപയ്ക്ക് മുതലാണ് കൈമാറുന്നത്.
മലപ്പുറത്ത് ആദ്യമായാണ് LSD പിടികൂടുന്നതെന്ന് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റാമ്പിൻ്റെ 1/4 ഭാഗം മാത്രം ഉണ്ടാകും. അത് ഇളക്കി നമ്മുടെ നാവിനടിയിലോ നാവിന് മുകളിലോ വെച്ച് പതുക്കെ ലയിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം ലക്ഷ്യമിടുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും വിപണനം നടത്തുന്ന ശൃംഖലയിലെ കണ്ണിയാണ് പിടിയിലായ സാദിഖ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാർത്തകളിലേക്ക്. അട്ടപ്പാടി കുറുക്കൻകുണ്ടിൽ വനം കയ്യേറി കൃഷി ചെയ്തെന്നാരോപിച്ച് 10,000-ഓളം നേന്ത്രവാഴ വനം വകുപ്പ് വെട്ടി നശിപ്പിച്ചു. എന്നാൽ പട്ടയഭൂമിയിലെ കൃഷിയാണ് വനം വകുപ്പ് നശിപ്പിച്ചതെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ ജീവനക്കാരെ ഉപരോധിച്ചു. 2 ലക്ഷം നഷ്ടപരിഹാരം നൽകാമെന്ന തഹസിൽദാരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അട്ടപ്പാടി കുറുക്കൻകുണ്ടിൽ കയ്യേറ്റമൊഴിപ്പിക്കാനെന്ന പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്ത നടപടിയാണ് കർഷക പ്രതിഷേധത്തിന് കാരണമായത്. വനഭൂമി എന്നവകാശപ്പെട്ട് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ 10,000-ഓളം നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു. ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പട്ടയഭൂമിയിലെ കൃഷിയാണ് വനംവകുപ്പ് നശിപ്പിച്ചതെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് DFO ഉൾപ്പെടെ വനംവകുപ്പ് ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. 4 മാസം വളർച്ചയെത്തിയ നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചതിനെ തുടർന്ന് 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. കുറുക്കൻകുണ്ട് സ്വദേശികളായ വിൻസെന്റ്, കുഞ്ഞുമോൻ എന്നിവർ സ്ഥലം പാട്ടത്തിനെടുത്തായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഈ സ്ഥലത്തിന് 5 വർഷം മുൻപ് വരെ കള്ളമല വില്ലേജിൽ നികുതി സ്വീകരിച്ചിരുന്നു. കർഷകർ ജീവനക്കാരെ തടഞ്ഞതോടെ മണ്ണാർക്കാട് തഹസീൽദാർ, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് തഹസീൽദാർ കർഷകർക്ക് രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിച്ചത്. എന്നാൽ സ്ഥലം വനഭൂമിയാണെന്ന നിലപാടിലാണ് വനം വകുപ്പ്. പ്രദേശത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് 1974 മുതൽ വനം, റവന്യൂ വകുപ്പുകൾ തമ്മിൽ തർക്കത്തിലാണ്. പ്രശ്നം ചർച്ച ചെയ്യാൻ വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ജില്ലാതല മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മറയൂർ, കാന്തല്ലൂർ മേഖലകളെ മുൾമുനയിൽ നിർത്തിയ അക്രമകാരികളായ കാട്ടാനകളെ തുരത്താൻ കുംകി ആനകളെത്തി. ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലീപ്പ് ക്യാമ്പിൽ നിന്നുള്ള 2 കുംകി ആനകളെയാണ് മറയൂരിൽ എത്തിച്ചത്. ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്കിപ്പ് ആന ക്യാമ്പിൽ നിന്നുമുള്ള വെങ്കിടേഷ്, കലീം എന്നീ 2 കുംകി ആനകളെയാണ് മറയൂരിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം ടോപ്പ് സ്കിപ്പ് ആന ക്യാമ്പിലെ വെറ്ററിനറി ഡോക്ടർ മനോഹരൻ, വനം വകുപ്പ് വെറ്ററിനറി ഡോക്ടർമാരായ അബ്ദുൾ സത്താർ, ജയകുമാർ എന്നിവരും 2 പാപ്പാന്മാരുമടങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആനകളെ കൊണ്ടുപോകുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ലോറിയിലാണ് ടോപ്പ് സ്കിപ്പിൽ നിന്നും ഇവയെ കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ചത്. കാട്ടാനകൾ ഏറെ നാളുകളായി കാരയൂർ, വെട്ടുകാട്, കീഴാന്തൂർ, കുണ്ടക്കാട്, പേരടിപ്പള്ളം എന്നീ ഭാഗങ്ങളിൽ വൻതോതിൽ കൃഷിനാശം വരുത്തുകയും കഴിഞ്ഞ ദിവസം കുണ്ടക്കാട് ഭാഗത്ത് അന്ധയായ യുവതിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള ജനരോഷം ശക്തമായതോടെയാണ് വനം വകുപ്പ് കുംകി ആനകളെ എത്തിച്ചത്. മറയൂര് 2 കുംകി ആനേനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുംകി ആനകൾ ഫീൽഡിലിറങ്ങി നമ്മുടെ പ്രശ്നക്കാരനായ ആനേനെ ബാക്കി ആനകളെ ഓടിച്ച് കാട്ടിലേക്ക്. ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും എത്തുന്ന കാട്ടാനകളെ കുംകി ആനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. കാട്ടാന ശല്യത്തിന് ശമനമാകുന്നതുവരെ കുംകി ആനകളെ ഈ മേഖലയിൽ നിർത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അകാലത്തിൽ അന്തരിച്ച വരകളുടെ രാജകുമാരൻ ക്ലിന്റിന്റെ കഥ സിനിമയാകുന്നു. ഹരികുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. സംഗീത സംവിധായകൻ ഇളയരാജ MA ബേബിക്ക് ഓഡിയോ CD നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. 6 വയസ്സിനുള്ളിൽ 30,000-ഓളം ചിത്രങ്ങൾ വരച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അത്ഭുത ബാലൻ ക്ലിന്റിന്റെ കഥ അഭ്രപാളിയിലെത്തുകയാണ്. ഹരികുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംഗീത ചക്രവർത്തി ഇളയരാജ നിർവഹിച്ചു. MA ബേബി CD ഏറ്റുവാങ്ങി. സിറ്റുവേഷൻ അനുസരിച്ച് സംഗീതം നൽകുന്ന കാലം അവസാനിച്ചുവെന്നും സംഗീത സംവിധാനം യാന്ത്രികമായി കൊണ്ടിരിക്കുകയാണെന്നും ഇളയരാജ പറഞ്ഞു. இப்பொழுதெல்லாம் படத்துல சிச்சுவேஷன் சொல்லி அதை பாட்டு எழுதுற மாதிரியான சிச்சுவேஷன் கலை உலகத்தில் இல்லை. கட் பண்ணலாம், பேஸ்ட் பண்ணலாம், கட் பண்ணலாம், பேஸ்ட் பண்ணலாம், அப்படி ஆகி போச்சு மியூசிக். நம்ம மூளையை போட்டு கசக்க வேண்டிய அவசியம் இல்லைங்கிற மாதிரி ஆகிட்டு இப்போ யார் வேணாலும் மியூசிக் பண்ணலாம். എത്ര നേട്ടങ്ങൾ കൈവരിച്ചാലും പിന്നെയും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിനോട് യഥാർത്ഥ ജീവിതം എന്താണെന്ന് വിവരിക്കുകയാണ് ഈ സിനിമയെന്ന് MA ബേബി ചൂണ്ടിക്കാട്ടി. ഇനിയും പണം വേണം, ഇനിയും അധികാരം വേണം, ഇനിയും സുഖിക്കണം. ഇങ്ങനെയൊരു ലോകത്ത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് ക്ലിന്റിന്റെ കഥ.
ഇളയരാജ സംഗീതം നിർവഹിച്ച ക്ലിന്റിലെ ഗാനങ്ങൾ ഒരുക്കിയത് പ്രഭാവർമ്മയാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ സർഗാത്മകമായ രീതിയിൽ ഒരു സിനിമ എടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ആദരണീയമായിട്ടുള്ള മൗലികമായിട്ടുള്ള ചലച്ചിത്ര സംരംഭം എന്ന് പറയണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായ KV മോഹൻകുമാറാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതെന്ന പ്രത്യേകതയുമുണ്ട്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മാസ്റ്റർ അലോകാണ് ക്ലിന്റായി വേഷമിടുന്നത്. ഓഡിയോ പ്രകാശന ചടങ്ങിൽ ചിത്രത്തിലെ താരങ്ങളും പ്രമുഖ സംവിധായകരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട റാന്നിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിൽ 30 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഷാജി എന്നറിയപ്പെടുന്ന KV മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴഞ്ചേരിയിൽ നിന്നും ആറന്മുള പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇയാളും ഭാര്യ ആനി മാത്യു, ഇവരുടെ മകൻ വിവേക് മാത്യു എന്നിവർ ഒളിവിലായിരുന്നു. റാന്നി ചെറുകോൽ വാഴക്കുന്നത്തു പ്രവർത്തിച്ചിരുന്ന തേവൽവെല്ലിൽ ബാങ്കേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ 400-ൽ പരം പേരിൽ നിന്നായി 30 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഉടമ ഷാജി എന്നറിയപ്പെടുന്ന KV മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് കോഴഞ്ചേരിയിൽ നിന്നും ആറന്മുള പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഷാജിയും ഭാര്യ ആനി മാത്യു, ഇവരുടെ മകൻ വിവേക് മാത്യുവും ചേർന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയെന്നായിരുന്നു നിക്ഷേപകർ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമടക്കം ശക്തമായ അന്വേഷണം പോലീസ് നടത്തിവരുന്നതിനിടയിലാണ് ഷാജിയെ കോഴഞ്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാജിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പണനിക്ഷേപം, സ്വർണ്ണപ്പണയം എന്നീ ഇനങ്ങളിൽ നിന്നായാണ് ഇവർ കോടികൾ തട്ടിയിരിക്കുന്നത്. നോട്ട് അസാധുവാക്കൽ മൂലം സ്ഥാപനം പ്രതിസന്ധിയിലാണെന്ന് ഇവർ നിക്ഷേപകരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ നിക്ഷേപത്തുക വിദേശത്തേക്ക് കടത്തുകയും നാട്ടിൽ വിവിധയിടങ്ങളിൽ ബിനാമി നിക്ഷേപം നടത്തുകയും ചെയ്തെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം. പണം തിരികെ നൽകുന്നത് സംബന്ധിച്ച് പോലീസ് മധ്യസ്ഥതയിൽ നേരത്തെ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ഇതിനായുള്ള തീയതിക്ക് മുമ്പ് ഇവർ കടന്നുകളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.